അത് ശരി. അപ്പം 67. നമ്മൾ അവസാനം കണ്ടത് ജടായുവെ ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ ചേർത്ത് പിടിച്ചതാണ്. രാമസംപ്രേക്ഷ്യ തം ഗൃധ്രം ഭുവി രൗദ്രേണ പാതിതം സൗമിത്രിം മിത്രസമ്പന്നം ഇദം വചനമബ്രവീത്. ശ്രീരാമൻ രൗദ്രനായ രാവണനാൽ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ട ജടായുവെ ആരെ? മിത്രസമ്പന്നനായ, മിത്രതാഭാവത്തിൻ്റെ അങ്ങേയറ്റത്തെ സമ്പന്നത തികഞ്ഞ ജടായുവിന്. കാരണം സ്വയം ജീവനാണ് ബലി കഴിച്ചത്. ആ ജടായുവെ നോക്കിയിട്ട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: മമായം നൂനമർത്ഥേഷു യതമാനോ വിഹംഗമഃ രാക്ഷസേന ഹതഃ സംഘ്യേ പ്രാണാൻ ത്യജതി ദുസ്ത്യജാൻ അയമസ്യ ശരീരേസ്മിൻ പ്രാണോ ലക്ഷ്മണ വിദ്യത്തെ തഥാ ഹി സ്വരഹീനോയം വിക്ലബ സമുദീക്ഷതേ. ഹേ ലക്ഷ്മണ, ഈ പക്ഷിശ്രേഷ്ഠൻ എനിക്ക് വേണ്ടി പരിശ്രമിച്ച് യുദ്ധത്തിൽ പ്രാണനെ ത്യജിച്ചിരിക്കുകയാണല്ലോ. ഹേ ലക്ഷ്മണ, ഇവൻ്റെ ശരീരത്തിൽ ഇപ്പോഴും പ്രാണനുണ്ട്, മരിച്ചിട്ടില്ല. ഇപ്പോഴും ഇവൻ്റെ ശരീരത്തിൽ പ്രാണനുണ്ട്. പക്ഷേ ഇവൻ സ്വരഹീനനാണ്. സ്വരഹീനം വെച്ചാൽ സംസാരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിക്ലബഹ, അങ്ങേയറ്റം ക്ഷീണിതനാണ്. സമുദീക്ഷതേ, അങ്ങനെ കാണപ്പെടുന്നു. അങ്ങേയറ്റം ക്ഷീണിതനായും സംസാരശേഷി നഷ്ടപ്പെട്ടവനായും കാണപ്പെടുന്നു. ജഡായോ യദി ശക്നോഷി വാക്യം വ്യാഹരിതും പുനഃ സീതാമാഖ്യാഹി ഭദ്രം തേ വധമാഖ്യാഹി ചാത്മനഃ കിം നിമിത്തോ ഹരസീതാം രാവണസ്തസ്യ കിം മയാ അപരാധം തുയം ദൃഷ്ട്വാ രാവണേന ഹൃദാ പ്രിയാ കഥം തച്ഛന്ദ്രസങ്കാശം മുഖമാസീത് മനോഹരം സീതയാ കാനി ചോക്താനി തസ്മിൻ കാലേ ദ്വിജോത്തമാ കഥം വീര്യ കഥം രൂപ കിം കർമാ സ ച രാക്ഷസഃ ക്വ ചാസ്യ ഭവനം താത ബ്രൂഹി മേ പരിപൃച്ഛത. അല്ലയോ ജഡായോ, നിനക്ക് വാക്ക് പറയാനുള്ള ശക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ സീതയെക്കുറിച്ച് എന്നോട് പറഞ്ഞു തരൂ. നീ വീഴ്ത്തപ്പെട്ടതിനെക്കുറിച്ചും എന്നോട് പറഞ്ഞു തരൂ. രാവണൻ എന്തിനാണ് സീതയെ അപഹരിച്ചത്? എന്നാൽ എന്ത് അപരാധം അവനായി ചെയ്യപ്പെട്ടു? എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സീത അപഹരിക്കപ്പെട്ടത്? അല്ലയോ ദ്വിജോത്തമ, ദ്വിജൻ പക്ഷിശ്രേഷ്ഠ, ചന്ദ്രതുല്യമായ മനോഹരമായ സീതയുടെ മുഖം അപ്പോൾ എങ്ങനെ ഇരുന്നു? സീത അപ്പോൾ എന്താണ് പറഞ്ഞത്? ആ രാക്ഷസൻ എത്ര വീര്യമുള്ളവനാണ്!
എങ്ങനെയുള്ള രൂപത്തോടു കൂടിയവനാണ്, എന്ത് കർമ്മത്തോടു കൂടിയവനാണ്, അവൻ്റെ വീട് എവിടെയാണ്, ഇതെല്ലാം എന്നോട് പറഞ്ഞു തരൂ. ചെറിയ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ആ തമുദ്വീക്ഷ്യാധീനാത്മാ വിലപന്തമനന്തരം വാചാതി സന്നയാ രാമം ജടായുരിതമബ്രവീത്. ഇപ്രകാരം ദുഃഖിതനായി ചോദിക്കുന്ന രാമനെ നോക്കി അത്യന്തം ക്ഷീണിതമായ ശബ്ദത്തോടുകൂടി, അതിസന്നയാ വാച, അത്യന്തം ക്ഷീണിതമായ ശബ്ദത്തോടുകൂടി ജടായു ഇപ്രകാരം പറഞ്ഞു. ഹൃതാസാ രാക്ഷസേന്ദ്രേണ രാവണേന വിഹായസ മായാമാസ്ഥായ വിപുലാം വാതർ ദുർദിന സങ്കുലാം. പരിശ്രാന്തസ്യ മേ താത പക്ഷൗ ഛിത്വാ സ രാക്ഷസഃ സീതാമാദായ വൈദേഹീം പ്രയാതോ ദക്ഷിണാം ദിശാം. രാക്ഷസേന്ദ്രനായ രാവണനാൽ ആകാശമാർഗേണ അവൾ ഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആദ്യം പറയണം. ആകാശമാർഗേണ അവൾ ഹരിക്കപ്പെട്ടിരിക്കുന്നു. വിപുലമായ മായയെ സ്വീകരിച്ചുകൊണ്ട് വാതദുർദിന സങ്കുലാം എന്നാണ്. വാദം കാറ്റ്, ദുർദിനം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുന്ന ദിനം. അപ്പം എല്ലാ ചുറ്റുപാട് മുഴുവൻ കഷ്ടപ്പാട് പരത്തിക്കൊണ്ടും കാറ്റ് പരത്തിക്കൊണ്ടുമാണ് പോകുന്നത്. വളരെ ക്ഷീണിതനായ എൻ്റെ 2 ചിറകുകളും അവൻ മുറിച്ചു. അപ്പോൾ പരിശ്രാന്തനായത് യുദ്ധം ചെയ്തിട്ടാണ്, നേരത്തെ പറഞ്ഞു. പരിശ്രാന്തനായ എൻ്റെ 2 ചിറകുകളും അവൻ മുറിച്ചു. സീതയെയും കൊണ്ട് തെക്കൻ ദിക്കിലേക്കാണ് പോയത്, തെക്ക് ഭാഗത്തേക്കാണ് പോയത്. ഉപരുദ്ധ്യന്തി മേ പ്രാണ ദൃഷ്ടിർഭ്രമതി രാഘവ സർവക്ലേശ വിമുക്തം മാം ബാഹുഭ്യാം സംപരിഷ്വജ. ഹേ രാഘവ, എൻ്റെ പ്രാണങ്ങൾ ഉപരോധിക്കുന്നു, എൻ്റെ കണ്ണ് ഭ്രമിക്കുന്നു. ഒരു സ്ത്രീ രക്ഷയ്ക്ക് വേണ്ടി സ്വയം മരിച്ച ലോകത്തിലെ ആദ്യത്തെ ഒരുപക്ഷെ അല്ലേ ജഡായു ആയിരിക്കില്ലേ? എന്താ അഭിപ്രായം? ആക്രമിക്കപ്പെടുന്ന സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരിച്ച ആദ്യത്തെ രക്തസാക്ഷി. അപ്പൊ രക്തസാക്ഷികളിൽ ഒന്നാമനാണ് ജഡായു. അതാണ് ഉപരുദ്ധ്യന്തി മേ പ്രാണാഹ. ഇതൊരു കഷ്ടാതാലോചന ശരിക്കും നോക്കൂ. ദൃഷ്ടിർ ഭ്രമതി രാഘവ, എൻ്റെ കണ്ണ് ഭ്രമിക്കുന്നു. സർവക്ലേശ വിമുക്തനായ എന്നെ എന്ന് വെച്ചാൽ എനിക്ക് മരണത്തിൽ ഒരു പ്രയാസവും ഇല്ല. ഞാൻ നല്ല കാര്യത്തിനാണല്ലോ ഞാൻ മരിക്കണം. സർവക്ലേശ വിമുക്തനായ എന്നെ നിന്റെ 2 കൈകളെ കൊണ്ടും ഒന്ന് ആലിംഗനം ചെയ്യൂ. രാമനോട് പറയാണ്, 2 കൈകളോട് കൊണ്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന് പറയാണ്. പശ്യാമി വൃക്ഷാൻ സൗവർണാൻ ഉശീരകൃതമൂർധജാൻ യേന യാതി മുഹൂർത്തേന സീതാമാദായ രാവണഃ വിപ്രണഷ്ടം ധനം ക്ഷിപ്രം തത്സ്വാമി പ്രതിപദ്യത്തെ ബിന്ദോ നാമ മുഹൂർത്തോസൗ
സ ച കാകുസ്തനാബുധത് ത്വത്പ്രിയാം ജാനകീം ഹൃത്വാ രാവണോ രാക്ഷസേശ്വരഃ ജഷവദ്ബഡിശം ഗൃഹ്യ ക്ഷിപ്രമേവ വിനശ്യതി. ഹേ രാമ, വൃക്ഷങ്ങളെ സൗവർണമായി എന്ന് പറഞ്ഞാൽ സ്വർണവർണ്ണത്തോടു കൂടിയവയായി ഉശീരകൃതമൂർധജാൻ, ഉശീരം കൊണ്ട് നിറഞ്ഞതുപോലെ ഞാൻ കാണുന്നു. ഉശീരം ച രാമച്ചമാണ്. അതായത് ഇലകളൊന്നും വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. രാമച്ചങ്ങനെ വേരായിട്ടാണല്ലോ, നാരുപോലെ. ഇനി ചെടിയാണെങ്കിൽ പുല്ലുപോലെ വ്യാപിച്ച് തിങ്ങിയിട്ട് കാണും. അങ്ങനെയാണ് ഞാൻ വൃക്ഷങ്ങളെയൊക്കെ ഇപ്പോൾ കാണുന്നത്. ഏതായാലും രാവണൻ സീതയെ അപഹരിച്ചത് ആ മുഹൂർത്തം ചിന്തിച്ചാൽ യജമാനന് ധനം നിശ്ചയമായും തിരിച്ചു കിട്ടും. കാരണം വിന്തമെന്ന് പേരുള്ള മുഹൂർത്തത്തിലാണ് രാവണൻ സീതയെ അപഹരിച്ചത്. വിന്തെന്ന് പറഞ്ഞാൽ വിജയമുഹൂർത്തം. വിന്ദ എന്നുള്ള പേര് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, വിജയ എന്നാ പറയാറ്. വിജയമുഹൂർത്തമാണ്. അപ്പൊ വിജയമുഹൂർത്തം ഒരു മുഹൂർത്തം 48 മിനിറ്റ്. അപ്പോൾ 48 480 528. സൂര്യോദയം കഴിഞ്ഞ് 528 മിനിറ്റ് കഴിഞ്ഞാൽ എത്രയാ? 528 മിനിറ്റ് വൈകുന്നേരമാവും ഇല്ലേ? ഇല്ലയാ? എന്താ ഭഗവാൻ, 600 എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറായി. അതില്ല, അങ്ങനെ ഉണ്ട്. ഏകദേശം വൈകുന്നേരമാവും. ഈ സമയത്ത് എന്ത് നഷ്ടപ്പെട്ടാലും അത് യജമാനന് തിരിച്ചു കിട്ടും. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ജാനകിയെ രാക്ഷസേശ്വരൻ ഹരിച്ചെങ്കിലും സീതയെ തിരിച്ചു കിട്ടും. ബഡിശം ഭക്ഷിച്ച മത്സ്യത്തെ പോലെ അവ നശിക്കുകയും ചെയ്യും. ബഡിശം എന്ന് പറഞ്ഞാൽ ചൂണ്ടലിൽ കോർക്കുന്ന ജന്തുവാണ്. ചൂണ്ടലിൽ കോർക്കുന്ന ജന്തുവാണ് ബഡിശം. അത് കഴിച്ചാൽ മീനിൻ്റെ സ്ഥിതി എന്താ? അതിൽ കുടുങ്ങിപ്പോവും. അതുപോലെ രാവണൻ കുടുങ്ങും എന്നർത്ഥം. ന ചത്വയാ വ്യഥാകാര്യ ജനകസ്യ സുതാം പ്രതി വൈദേഹ്യാം രംസ്യസേ ക്ഷിപ്രം ഹത്വാ തം രാക്ഷസം രണേ. അതുകൊണ്ട് ഹേ രാമ, അങ്ങ് സീതയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. ഒട്ടും വൈകാതെ യുദ്ധത്തിൽ ആ രാക്ഷസനെ കൊന്ന് നിനക്ക് സീതയെ വീണ്ടെടുക്കാം. അസമ്മൂഢസ്യ ഗൃധ്രസ്യ രാമം പ്രത്യനുഭാഷതഃ ആസ്യ സുസ്രാവരുധിരം മ്രിയമാണസ്യ സാമിഷം. ഒരു കാരണവശാലും മൂഢനാകാത്ത രാമനോട് ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ കഴുകൻ്റെ വായയിൽ നിന്ന് രക്തവും മാംസവും പുറത്തേക്ക് വന്നു. രക്തം ഛർദിച്ചു. പുത്രോ വിശ്രവസ സാക്ഷാത് ഭ്രാതാ വൈശ്രവണസ്യ ച ഇത്യുക്ത്വാ ദുർലഭാൻ പ്രാണാൻ മുമോച പദഗേശ്വരഃ.
സാക്ഷാൽ വിശ്രവസിൻ്റെ മകനാണ്, വൈശ്രവണൻ്റെ സഹോദരനാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞു, പിന്നെ ജീവയില്ല. ഇപ്രകാരം പറഞ്ഞ് ആ പതകേശ്വരൻ, പക്ഷീശ്വരൻ പ്രാണാൻ മുമോച, പ്രാണങ്ങളെ മോചിപ്പിച്ചു. അവസാനം പറഞ്ഞ വാക്കാതാ. കുബേരൻ്റെ സഹോദരനാണ്, വിശ്രവസിൻ്റെ മകനാണ്. ഇപ്പോൾ ചില പുതിയ രാമായണക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ് രാമൻ? ആരാണ്? സവർണ ഫാഷിസത്തിൻ്റെ ആളാണ്. എന്നിട്ട് ദളിതനായ രാവണനെ കൊന്നവനാണ് അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? വാസ്തവത്തിൽ എന്താണ്? വിശ്രവസിന്റെ മകനാണ്, ബ്രാഹ്മണോത്തമനാണ് രാവണൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമവേദ പണ്ഡിതനാണ്. സാമവേദ പണ്ഡിതനായ ഋഷി പൗത്രനായ മഹർഷി പൗത്രനാണ്. പോരെ? ബ്രഹ്മർഷിയുടെ പൗത്രനാണ് ആര്? രാവണൻ. ചിന്തിക്കോ? രാമൻ ആരെയൊക്കെ കൂട്ടിയിട്ടാ രാവണനെ കൊല്ലുന്നത്? വനവാസികളുടെ സംഘം ഉണ്ടാക്കിയിട്ടാണ്. അതും ദക്ഷിണ ഭാരതത്തിലെ വനവാസി സംഘം എന്ന് കൂടുതൽ പറയാം. അപ്പൊ ഈ നേരെ തിരിച്ചല്ലേ അവന്മാർ പറയണമെന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പൊ ആകെ ഒരു വിഷമമുള്ളത് അല്ലേ? രാമായണം പഠിച്ചിട്ട് വേണ്ടേ രാമായണത്തെ കുറിച്ച് കുറ്റം പറയാൻ? ഈ സാക്ഷരൻ തിരിച്ചു വെച്ചാൽ രാക്ഷസനായി. പഠിക്കാത്തവനല്ല രാക്ഷസൻ, പഠിച്ചവനാണ് രാക്ഷസൻ. അറിവില്ലാത്തവന് രാക്ഷസനാവാൻ കഴിയില്ല. തലതിരിഞ്ഞ അറിവായിപ്പോയി, അതാണ്. സാക്ഷര തിരിച്ച രാക്ഷസ. അപ്പൊ തലതിരിഞ്ഞ അറിവോട് കൂടിയ ബ്രാഹ്മണ ശ്രേഷ്ഠനായ രാക്ഷസൻ രാവണൻ, മോഷ്ടാവ്. ആ രാവണനെ ക്ഷത്രിയോത്തമനായ രാമൻ കൊന്ന് സീതയെ വീണ്ടെടുത്തതോ വനവാസികളുടെ പൂർണ്ണമായ ഐക്യനിര വാർത്തിട്ട്. ആലോചിച്ച് നോക്കൂ. രണ്ടുപേരും ജനിച്ചത് അതെങ്ങനെയാവുക? അറിയില്ലേ? അറിയില്ല. രാവണന്റെ ജന്മസ്ഥലം ഏതാണെന്ന് അറിയില്ല, എനിക്കറിയില്ല. രാമൻ അയോധ്യയിലാണെന്നറിയാം. രാമൻ അയോധ്യയിലാണ്, അതിൽ സംശയമൊന്നുമില്ല. ബ്രൂഹി ബ്രൂഹീതി രാമസ്യ ബ്രുവാണസ്യ കൃതാഞ്ജലേഃ ത്യക്ത്വാ ശരീരം ഗൃധ്രസ്യ ജഗ്മു പ്രാണാവിഹായസം. വല്ലാത്ത രംഗമാണ്. അപ്പൊ പ്രാണൻ മോചിപ്പിച്ചു ആര്? ജടായു. പക്ഷെ രാമൻ, ജടായു പ്രാണൻ മോചിച്ചു എന്ന് മനസ്സിലായിട്ടില്ല. രാമൻ കൈകൂപ്പിക്കൊണ്ട് ആരെ? ജടായുവെ തൊഴുതുകൊണ്ട് പറ പറ എന്ന് പറയാണ്. ബ്രൂഹി ബ്രൂഹി, ഇനിയും പറയൂ ഇനിയും പറയൂ. രാമന് സീതയെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടാൽ മതി. ജടായുവിനോ പ്രാണൻ ഒന്ന് പോയി കിട്ടിയാൽ മതി. ബ്രൂഹി ബ്രൂഹി എന്ന് രാമൻ തൊഴുകൈകളോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കവേ ജടായു പ്രാണങ്ങളെ ത്യജിച്ച് പോയി. സ നിക്ഷിപ്യ ശിരോ ഭൂമൗ പ്രസാര്യ ചരണൗ തഥാ വിക്ഷിപ്യ ച ശരീരം സ്വാം പപാത ധരണീതലേ. തല താഴെ ഇട്ട് രണ്ട് കാലുകളും വിടർത്തി ഭൂമിയിൽ വീണു.
ആദ്യം ഭൂമിയിലല്ലെങ്കിൽ ഭൂമി തന്നെയാണ്, പക്ഷെ മരിച്ചു വീണു. തം ഗൃധ്രം പ്രേക്ഷ്യ താമ്രാക്ഷം ഗതാസും അചലോപമം രാമസ്സു ബഹുഭിർദുഃഖൈഃ ദീന സൗമിത്രിമബ്രവീത്. ആ കഴുകനെ ചുമന്ന കണ്ണുകളോടുകൂടി മരിച്ചവനായി കണ്ട്, പർവ്വതതുല്യ ശരീരത്തോടു കൂടിയവനായി കണ്ട് ദുഃഖിതനായ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ബഹൂനി രക്ഷസാം വാസേ വർഷാണി വസതാ സുഖം അനേന ദണ്ഡകാരണ്യേ വിശീർണമിഹ പക്ഷിണ. രാക്ഷസന്മാരുടെ മധ്യത്തിൽ ദണ്ഡകാരണ്യത്തിൽ എത്രയോ സംവത്സരങ്ങൾ സുഖമായി താമസിച്ച ഈ പക്ഷിയാൽ ശരീരം ഉപേക്ഷിക്കപ്പെട്ടു. താല്പര്യം, ഇത്രയും കാലം രാക്ഷസന്മാരെ നടുക്കായിട്ടും ഈ പക്ഷി സന്തോഷമായി ജീവിച്ചു. പക്ഷെ നമ്മൾ കാരണമാണല്ലോ ഇത് ഇപ്പം മരിച്ചത് എന്നുള്ള ദുഃഖമാണ്. അനേകവാർഷികോയസ്തു ചിരകാലസമുത്ഥിതഃ സോയമദ്യ ഹതശ്ചേതേ കാലോ ഹി ദുരതിക്രമഃ. അനേക വർഷം ചിരകാലം ജീവിച്ച, ഒരു പ്രയാസവും കൂടാതെ ജീവിച്ച ഈ പക്ഷി ഇതാ മരിച്ചു കിടക്കുന്നു. കാലം ആർക്കും തടുക്കാൻ വയ്യാത്തവനാണ്. കാലഗതിയെ ആർക്കും തടുക്കാൻ പറ്റില്ല. കാലോഹി ദുരതിക്രമ. ഈ വാക്യം ഓർമ്മിച്ച് വെക്കണേ. കാലോഹി ദുരതിക്രമ ഓർമ്മിച്ചാൽ നല്ലതാ. പശ്യ ലക്ഷ്മണ ഗൃധ്രോയം ഉപകാരി ഹതശ്ച മേ സീതാമഭ്യവപന്നോ വൈ രാവണേന ബലീയസ. ഹേ ലക്ഷ്മണ, നീ നോക്കൂ, ഈ കഴുകൻ നമുക്ക് എത്ര വലിയ ഉപകാരമാണ് ചെയ്തത്. സീതയെ പ്രാപിച്ചു, ബലവാനായ രാവണനാൽ കൊല്ലപ്പെട്ടു. ഗൃധ്രരാജ്യം പരിത്യജ്യ പൈതൃപൈതാമഹം മഹത് മമ ഹേതോരയം പ്രാണാൻ മുമോച പദകേശ്വര. ഈ കഴുകന്റെ ശരീരത്തെ ഉപേക്ഷിച്ച് പിതൃപൈതാമഹമായ, പിതൃപൈതാമഹം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർക്കും പിതാമഹന്മാർക്കും യോഗ്യമായ ഈ പക്ഷി ജീവനെ എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. പിതൃപൈതാമഹമായ പദവിയാണ് ഇവനുള്ളത്, കഴുകന്. ആ ശരീരത്തെ ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി അവൻ മരിച്ചിരിക്കുകയാണ്. സർവത്ര ഖലു ദൃശ്യന്തേ സാധവോ ധർമ്മചാരിണഃ ശൂരാ ശരണ്യാ സൗമിത്രേ തിര്യഗ്യോനിഗതേഷ്വപി. ഹേ ലക്ഷ്മണ, തിര്യഗ്യോനിയിലായിട്ട് പോലും ഇത്ര ശൂരനും ശരണ്യനും ഉണ്ടായല്ലോ. അതുകൊണ്ട് ധർമ്മചാരികളും സാധുക്കളുമായവർ എല്ലായിടത്തും കാണും എന്ന് നീ മനസ്സിലാക്കൂ. ധർമ്മചാരികളും സാധുക്കളുമായവർ എല്ലായിടത്തും ഉണ്ട്. തിര്യഗ്യോനിയിൽ ജനിച്ചിട്ടും ഇത് ഇത്ര വലിയ ത്യാഗിയായല്ലോ. ഹേ ലക്ഷ്മണ, സീതാഹരണജം ദുഃഖം ന മേ സൗമ്യ തഥാഗതം യഥാ വിനാശോ ഗൃധ്രസ്യ മത്കൃതേ ച പരന്തപ. ഹേ ലക്ഷ്മണ, സീത ഹരിക്കപ്പെട്ടതിനാൽ എനിക്ക് യാതൊരു ദുഃഖമുണ്ടോ അതേ ദുഃഖമാണ് എനിക്ക് വേണ്ടി ഈ കഴുകൻ മരിക്കേണ്ടി വന്നല്ലോ എന്ന വിഷയത്തിലുള്ളത്. സീതയെ കാണാതായ അതേ ദുഃഖമാണ് ജടായുവിൻ്റെ മരണത്തിലും രാമനുള്ളത്. രാജാ ദശരഥ ശ്രീമാൻ യഥാ മമ മഹായശാഃ പൂജനീയശ്ച മാന്യശ്ച തഥായം പദകേശ്വരഃ. രാജാവ് ദശരഥൻ
എനിക്ക് എപ്രകാരം പൂജ്യനും മാന്യനുമാണോ അപ്രകാരം തന്നെയാണ് ഈ പക്ഷി ശ്രേഷ്ഠനും. വല്ലാത്തൊരു വാക്കാണ്. രാജാവ് ദശരഥൻ എനിക്ക് എത്ര പൂജ്യനും മാന്യനുമാണോ അത്ര തന്നെയാണ് ഈ പക്ഷി ശ്രേഷ്ഠനും. സൗമിത്രേ ഹരകാഷ്ഠാനി നിർമഥിഷ്യാമി പാവകം ഗൃദ്ധരരാജം ഹി ധക്ഷ്യാമി മത്കൃതേ നിധനം ഗതം. അതുകൊണ്ട് ലക്ഷ്മണ, വേഗം തന്നെ വിറക് കഷ്ണങ്ങൾ ശേഖരിക്കൂ. നമുക്ക് മഥനം ചെയ്ത് അഗ്നിയെ ഉണ്ടാക്കാം. ഈ പക്ഷി ശ്രേഷ്ഠനെ നമുക്ക് ദഹിപ്പിക്കാം. അവൻ നമുക്ക് വേണ്ടി മരിച്ചവനാണ്. ധക്ഷ്യാമി, ഹി ധക്ഷ്യാമി. ധക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കാം. ദഹിപ്പിക്കാം. നാഥം പതകലോകസ്യ ചിതാമാരോപയാമ്യഹം ഇമം ധക്ഷ്യാമി സൗമിത്രേ ഹതം രൗദ്രേണ രക്ഷസ. രൗദ്രനായ രാക്ഷസനാൽ കൊല്ലപ്പെട്ട ഈ പക്ഷിയുടെ ശരീരത്തെ നമുക്ക് ദഹിപ്പിക്കാം. ഞാൻ തീ കൊടുക്കാം. രാമൻ തന്നെയാണ് തീ കൊടുക്കാം എന്ന് പറയുന്നത്. ഗോദാവര്യാസ്തടേ ശുഭ്രേ ചിതാം കുരു മഹാഭുജ ഏവമുക്ത്വാ തു സൗമിത്രിം സമാലക്ഷ്യ ജടായുഷം സമുദ്ധൃത്യ ഗതി ശ്രീമാൻ ഗോദാവര്യാസ്തടം പ്രതി തതോ ഗത്വാ തു തത്തീരെ ശുഭ്രേ കുശ സമന്വിതേ അവതീര്യാധ നിക്ഷിപ്യ മഥിത്വാഗ്നിം മഹായശാഃ ലക്ഷ്മണേനാഹൃത ഈ കാഷ്ഠൈഃ ചിതാം കൃത്വാ മഹാഭുജഃ യാ ഗതിർ യജ്ഞശീലാനാം ആഹിതാഗ്നേശ്ച യാ ഗതിഃ അപരാവർത്തിനാം യാ ച ഭൂമിപ്രദായിനാം മയാ ത്വം സമനുജ്ഞാതോ ഗച്ഛ ലോകാനനുത്തമാൻ ഗൃധ്രരാജമഹാസത്വ സംസ്കൃതശ്ച മയാ വ്രജ ഏവമുക്ത്വാ ചിതാം ദീപ്താം ആരോപ്യ പദഗേശ്വരം ദദാഹ രാമോ ധർമാത്മാ സ്വബന്ധുമിവ ദുഃഖിതഃ. ഗോദാവരി നദിയുടെ ശുഭമായ തീരത്തിൽ തടത്തിൽ ചിത ഒരുക്കിയാലും ഹേ ലക്ഷ്മണ. ഇപ്രകാരം ലക്ഷ്മണനോട് പറഞ്ഞ് രാമൻ ആ തീരത്തിൽ പോയി ദർഭ വിരിച്ച് അതിൽ ചിത ഒരുക്കി മഥനം ചെയ്ത് അഗ്നിയെ പ്രകടമാക്കി. അരണി കടഞ്ഞ് അഗ്നി പ്രകടമാക്കി. ലക്ഷ്മണനാൽ കൊണ്ടുവരപ്പെട്ട വിറക് കഷ്ണങ്ങൾ അടുക്കി വെച്ച് രാമൻ സ്വയമേവ ആ ചിതയ്ക്ക് തീ കൊടുത്തു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: യജ്ഞശീലന്മാരായ നിരന്തരം ഹോമം ചെയ്യുന്നവർക്ക്, അതുപോലെ ഭൂമി ദാനം ചെയ്യുന്നവർക്ക് ഏതൊരു ഗതിയാണോ ആ ഗതി നീ പ്രാപിച്ചാലും ഹേ പക്ഷി ശ്രേഷ്ഠ. അപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് ഭൂമി ദാനം ചെയ്യുന്ന, വീടില്ലാത്തവർക്ക് ഒക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഭൂമി ദാനം ചെയ്യുന്നവർക്ക് എന്ത് പുണ്യമാണോ, യജ്ഞം നിത്യം അനുഷ്ഠിക്കുന്നവർക്ക് എന്ത് പുണ്യമാണോ ആ പുണ്യത്തെ നീ പ്രാപിച്ചാലും എന്ന് രാമൻ സ്വയം പറയുക. പിന്നെ ആലോചിക്കേണ്ടതുണ്ടോ? ഇപ്രകാരം പറഞ്ഞ് ചിതയ്ക്ക് തീ കൊളുത്തി ആ പതകേശ്വരനെ സ്വന്തം ബന്ധുവെ പോലെ രാമൻ ദഹിപ്പിച്ചു. രാമോദസഹ സൗമിത്രി വനം ഗത്വാ സ വീര്യവാൻ സ്ഥൂലാൻ ഹത്വാ മഹാരോഹീൻ അനുതസ്ഥാര തം ദ്വിജം.
അനന്തരം വീര്യവാനായ രാമൻ ലക്ഷ്മണനോടുകൂടി കാട്ടിനുള്ളിലേക്ക് പോയി നല്ല തടിച്ചു കൊഴുത്ത മഹാരോഹീൻ വലിയ മാനുകളെ കൊന്ന് ആ പക്ഷിക്ക് തർപ്പണം ചെയ്തു. എന്താ അത് വേണ്ടിയില്ലായിരുന്നു അല്ലേ? എന്തിനാന്നു? ഓരോരോ ജന്തുവിനും അതത് ജന്തുവിന് യോജിച്ചത് വേണ്ടേ കൊടുക്കുക. അപ്പോൾ കഴുകൻ ബലി കൊടുക്കുമ്പോൾ കഴുകൻ പക്ഷിക്ക് ഇറച്ചിയാണ്. അപ്പോൾ ഏതെങ്കിലും ജാവാളി മാനിനെ കൊന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സ്ഥൂലാൻ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക. സ്ഥൂലാൻ, നല്ല തട്ടിച്ച നല്ല മാംസമുള്ള മഹാരോഹീൻ മാനുകളെ കൊണ്ടുവന്ന് കൊന്ന് അതിന് കൊടുത്തു. രോഹി മാംസാനി ചോത്കൃത്യ പേശീകൃത്യ മഹായശാഃ ശകുനീനാം ദദൗ രാമൗ രമ്യേ ഹരിതശാദ്വലേ. മഹായശസ്വിയായ രാമൻ രോഹി മാംസാനി, ആ മാനുകളുടെ ഇറച്ചികളെ ഉത്കൃത്യ, വേറെ വേറെ ആക്കിയിട്ട്, കഷ്ണം കഷ്ണാക്കി മുറിച്ചിട്ട്, രാമൻ ഇറച്ചി മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി, പേശീകൃത്യ, ഉരുളയാക്കിയിട്ട്, അങ്ങനെ ഇറച്ചിയുടെ ഉരുളകളാക്കിയിട്ട്, ഹരിതശാദ്വലേ, ആ പച്ചപ്പുല്ല് നിറഞ്ഞ താഴ്വരയിൽ പക്ഷികൾക്ക് തിന്നാൻ കൊടുത്തു. ശകുനീനാം ദദൗ, പക്ഷികൾക്ക് കൊടുത്തു. പക്ഷികൾ നല്ല ചാപ്പാട് കഴിച്ച് സന്തോഷമായി. തത്തത് പ്രേതസ്യ മർത്യസ്യ കഥയന്തി ദ്വിജാതയഃ തത്സ്വർഗഗമനം തസ്യ പിത്രിയം രാമോ ജജാപഃ. ബ്രാഹ്മണർ മനുഷ്യപ്രേതങ്ങൾക്ക് പിതൃലോകപ്രാപ്തിക്ക് കാരണമായി യാതൊരു ജപമാണോ ചെയ്യുന്നത്, ആ ജപം രാമൻ ചെയ്തു. ആ പക്ഷിയെ ലക്ഷ്യമാക്കിയിട്ട് സദ്ഗതി കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയുള്ള ജപങ്ങൾ ചെയ്തു. ഗോദാവരി മായാതാം തൗ നദീം നരവരാത്മജൗ ശാസ്ത്രദൃഷ്ടേന വിധിന ജലേ തത്ര ച രാഘവൗ സ്നാത്വാ തൗ ഗൃധ്രരാജായ ഉദകം ചക്രതുസ്തദാ. അനന്തരം രാമനും ലക്ഷ്മണനും ഒന്നിച്ച് ഗോദാവരിയിൽ കുളിച്ച് ആ പക്ഷിശ്രേഷ്ഠന് ഉദകക്രിയ ചെയ്തു. നാലോചിച്ചു, അതിൻ്റെ ഭാഗ്യം ഇല്ലേ? രാമനാണ് ഉദകക്രിയ ചെയ്യുന്നത്. സഗൃധ്രരാജകൃതവാൻ യശസ്കരം സുദുഷ്കരം കർമ്മരണേ നിപാതിത മഹർഷി കൽപ്പേന ച സംസ്കൃതസ്തദാ ജഗാമ പുണ്യാം ഗതിമാത്മന ശുഭാം. ആ ഗൃധ്രരാജൻ, കഴുകന്മാരിൽ ശ്രേഷ്ഠൻ, യശസ്കരമായ കർമ്മത്തെ ചെയ്ത് യുദ്ധത്തിൽ വീണു. മഹർഷിക്ക് തുല്യനായ ആളാൽ സംസ്കരിക്കപ്പെട്ടു. മഹർഷി കൽപ്പേന സംസ്കൃത, മഹർഷിക്ക് തുല്യനായ രാമനാൽ സംസ്കരിക്കപ്പെട്ടു, പുണ്യമായ ഗതിയെ പ്രാപിച്ചു. കൃതോദകൗ താവപി പക്ഷി സത്തമേ സ്ഥിരാം ച ബുദ്ധിം പ്രണിധായ ജഗ്മതു പ്രവേശ്യ സീതാധിഗമേ തതോ മനോ വനം സുരേന്ദ്രാവിവ വിഷ്ണുവാസവൗ. അങ്ങനെ പക്ഷിക്ക് ഉദകദാനം ചെയ്ത ശേഷം ബുദ്ധിയെ ബലപ്പെടുത്തി രാമനും ലക്ഷ്മണനും സീതാന്വേഷണത്തിൽ മുഴുകി വിഷ്ണുവും ഇന്ദ്രനും എന്ന പോലെ ആ വനത്തിൽ സഞ്ചരിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ അഷ്ടഷഷ്ടിതമ സർഗഃ. ഇങ്ങനെ വാൽമീകീയ രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ 68ാമത്തെ സർഗം കഴിഞ്ഞു. ബാക്കി പിന്നെ. ഓം.